ഹലോ മക്കളെ, ഷനൂപ് സാറാണ്. എടാ, നിങ്ങളെല്ലാവരും കാത്തിരുന്ന പോലെ നമുക്കറിയാം വേൾഡ് കപ്പിന്റെ ആവേശത്തിലാണ് എല്ലാവരും ഉണ്ടാവുക. സോ ഇന്നത്തെ മത്സരം, രാത്രി നടക്കാൻ പോകുന്ന മത്സരം എന്ന് പറയുന്നത് പോർച്ചുഗൽ vs DR കോങ്കോ. ആരാണ് ഈ കോങ്കോ? നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ കോങ്കോ എന്ന് പറയുന്ന രാജ്യം പല ആളുകൾക്കും അറിയാൻ ചാൻസ് കുറവായിരിക്കും. ബിക്കോസ് കോങ്കോ നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. പക്ഷെ പോർച്ചുഗൽ നമുക്കറിയാം അണ്ണന്റെ ടീമാണ്, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ടീമാണ്. പക്ഷെ ആരാണ് കോങ്കോ? നമുക്കറിയാം നമ്മുടെ ഈ വേൾഡ് മാപ്പിൽ ആഫ്രിക്ക എന്ന് പറയുന്ന ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന, കോണ്ടിനെന്റിൽ കാണപ്പെടുന്ന കൊച്ചു രാജ്യമാണ് ആരെന്ന് പറയുന്നത്, കോങ്കോ എന്ന് പറയുന്നത്. അങ്ങനെ കണ്ട തിരിച്ചറിയില്ല. എടാ, ഈ ഒരു മാപ്പ് നോക്കിക്കോ. ആഫ്രിക്കയുടെ മധ്യഭാഗത്ത് അഥവാ സെൻട്രൽ ആഫ്രിക്കയിൽ കാണപ്പെടുന്ന കൊച്ചു രാജ്യമാണ് ആരെന്ന് പറയുന്നത്, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ദ കോങ്കോ എന്ന് പറയുന്നത്. അതാണ് എന്തെന്ന് പറയുന്നത്, DR കോങ്കോ എന്ന് പറയുന്നത്, അല്ല ഡിയർ കോങ്കോ എന്നല്ല. ഓക്കെ, ഈ കോങ്കോ എന്ന് പറയുന്ന സാധനം നമുക്ക് SSC ജോഗ്രഫിയിൽ പഠിക്കാനുണ്ട്. രണ്ടാമത്തെ ചാപ്റ്ററിൽ ഇതിന്റെ കുറച്ച് ഭാഗങ്ങളും, എന്നാൽ മൂന്നാമത്തെ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ടും പഠിക്കാനുണ്ട്. സോ മൂന്നാമത്തെ ചാപ്റ്ററിലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. നമുക്കറിയാം ഫ്രം ദ റെയിനി ഫോറസ്റ്റ് ടു ദ ലാൻഡ് ഓഫ് പെർമാഫ്രോസ്റ്റ് അല്ലേ, അതായത് മഴക്കാടുകളിൽ നിന്നും മഞ്ഞുരുകാത്ത നാട്ടിലേക്ക്. അതിൽ ഈ മഴക്കാടുകൾ എന്ന് പറയുന്നത് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയാണ്, അഥവാ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ ആണ് അല്ലേ. രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചു. സോ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതിൽ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു വെക്കുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോങ്കോ ബിലോങ്സ് ടു ദ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലാണ് ആരുള്ളത്, കോങ്കോ എന്ന് പറയുന്ന രാജ്യം സ്ഥിതി ചെയ്യുന്നത്. മനസ്സിലാക്കി വെക്കുക. അതായത് ടു വിച്ച് ഹീറ്റ് സോൺ ഡസ് ദിസ് ക്ലൈമാറ്റിക് റീജിയൻ ബിലോങ്. അതായത് ഏത് താപീയ മേഖലയിലാണ് ഈ കാലാവസ്ഥാ മേഖലയിലുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ട്രോപ്പിക്കൽ സോണിലാണ്, അഥവാ ഉഷ്ണമേഖലയിലാണ് അല്ലേ. ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല എന്ന് പറയുമ്പം അത് മധ്യഭാഗത്താണ്, നല്ല രീതിയിൽ സൂര്യപ്രകാശം എത്തുന്ന ഭാഗമാണ്, അത് ലംബമായിട്ട് എത്തുന്ന ഭാഗമാണ് നമ്മൾ പഠിച്ചു. സോ അതിലേക്ക് കടക്കാം. സോ അതിന് മുമ്പായിട്ട് ഒരു ചെറിയൊരു ചോദ്യം കൂടി ഞാൻ ചോദിക്കുന്നു. വൈ ഈസ് ദ ക്ലൈമാറ്റിക് റീജിയൻ ഈസ് കോൾഡ് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ? എന്തുകൊണ്ടാണ് ഈ കാലാവസ്ഥാ മേഖലയെ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല എന്ന് വിളിക്കുന്നത്? മനസ്സിലാക്കി വെച്ചുകോ. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് നിയർ ദ ഇക്വേറ്റർ ആൻഡ് എക്സ്പീരിയൻസിങ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ റെയിൻഫാൾ ത്രൂ ഔട്ട് ദ ഇയർ. മക്കളെ, വേറെ ഒന്നുമല്ല, ഇത് ഭൂമധ്യരേഖയ്ക്ക് സമീപമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വർഷം മുഴുവൻ നല്ല ചൂടും നല്ല മഴയാണ് ലഭിക്കുന്നത് എന്ന് നമ്മൾ മൂന്നാമത്തെ ചാപ്റ്റർ പഠിച്ചു. അപ്പോൾ അതിൻ്റെ ബേസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ബേസ് നമുക്ക് എക്സാമിന് ആവശ്യമുണ്ട്. അതാണ് രണ്ടാമത്തെ ചാപ്റ്ററിലുള്ള ഈ കൊച്ചു മനുഷ്യൻ. എടാ, ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല എന്ന് പറയുന്ന ഈ മാപ്പ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ നിങ്ങൾ കാണുന്നുണ്ടോ, ആഫ്രിക്കയുടെ മധ്യഭാഗം, സെൻട്രൽ ആഫ്രിക്ക, ഈ മധ്യഭാഗത്ത് കാണപ്പെടുന്ന കൊച്ചു രാജ്യമാണ് കോങ്കോ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇതിന്റെ ലൊക്കേഷൻ, അക്ഷാംശ സ്ഥാനം എന്ന് പറയുന്നത് 10 ഡിഗ്രി നോർത്ത് ആൻഡ് 10 ഡിഗ്രി സൗത്ത് ഓഫ് ദ ഇക്വേറ്റർ. ഭൂമധ്യരേഖയിൽ നിന്നും 10 ഡിഗ്രി വടക്കും 10 ഡിഗ്രി തെക്കും അല്ലേ. ഇവിടുന്ന് 10 ഡിഗ്രി വടക്കും 10 ഡിഗ്രി തെക്കുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല കാണപ്പെടുന്നത്. അവിടുത്തെ സവിശേഷത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇവിടുത്തെ സൂര്യപ്രകാശം ലംബമായിട്ട് പതിക്കുന്ന ഒരേ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഭൂമധ്യരേഖയിലാണ്. അപ്പോൾ ചൂട് കൂടുതലോ? യെസ്. അപ്പോൾ മനസ്സിലാക്കി വെച്ചുക്കോ. ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ റെയിൻഫാൾ ത്രൂ ഔട്ട് ദ ഇയർ. വർഷം മുഴുവൻ ഉയർന്ന താപനിലയും ഉയർന്ന മഴയും ലഭിക്കുന്ന പ്രദേശമാണ്. അതേപോലെ സൺസ് റേസ് ഫാൾ ഓൾമോസ്റ്റ് വെർട്ടിക്കലി ത്രൂ ഔട്ട് ദ ഇയർ. സൂര്യപ്രകാശം ഏകദേശം ലംബമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ പതിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചൂട് കൂടുതലായിരിക്കും. അതിൻ്റെ ഫലമായിട്ട് ദാറ്റ് റിസൾട്ട് ഇൻ ഹയർ എയർ കൺവെക്ഷൻ ആൻഡ് കൺവെക്ഷണൽ റെയിൻഫാൾ. മക്കളെ, അതിൻ്റെ ഫലമായി ഉയർന്ന വായു സംവഹനവും സംവഹന മഴയും ലഭിക്കുന്നു. വായു മുകളിലേക്ക് അങ്ങനെ പോകും, കുറച്ച് കഴിയുമ്പോൾ ചൂട് കുറഞ്ഞിട്ട് മേഘങ്ങളായിട്ട് മാറും, അങ്ങനെ മഴ പെയ്യും. ആ മഴയെ വിളിക്കുന്ന പേരാണ് സംവഹനമായ അഥവാ കൺവെക്ഷണൽ റെയിൻഫാൾ എന്നൊക്കെ വിളിക്കൂ. ഏകദേശം 4 മണിക്കാണ് പെയ്യുക, അതുകൊണ്ട് 4 o'clock റെയിൻഫാൾ എന്ന് വിളിക്കും. നിങ്ങൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ എന്തിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. സോ റിസീവ് റെയിൻഫാൾ എവറി ഡേ ഇൻ ദ ആഫ്റ്റർനൂൺ. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ദിവസവും വൈകുന്നേരമാണ് എന്ത് ചെയ്യുക, ഈ മഴ പെയ്യാറുള്ളത്. സോ ഇനി ഇവിടുത്തെ സസ്യങ്ങളെ പ്രത്യേകത ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ആമസോൺ കാടുകളാണിത്, ബ്രസീലിൽ കാണപ്പെടുന്നത്. അതേപോലെ തന്നെ കോങ്കോയിൽ കാണപ്പെടുന്ന റെയിൻ ഫോറസ്റ്റ്, മഴക്കാടുകളുണ്ട്. ലോകത്തിലെ പ്രശസ്തമാർന്ന അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഏറ്റവും വലിയ റെയിൻ ഫോറസ്റ്റുകൾ, മഴക്കാടുകളിൽ ഒന്നാണ് കോങ്കോ റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. സോ എവർഗ്രീൻ ഫോറസ്റ്റ് ആർ ദ മേജർ വെജിറ്റേഷൻ. ഇവിടുത്തെ പ്രധാനപ്പെട്ട സസ്യം എന്ന് പറയുന്നത് നിത്യഹരിത വനങ്ങളാണ്. നിത്യഹരിത വനങ്ങളുടെ കൂട്ടത്തെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്, മഴക്കാടുകൾ എന്ന് പറയുന്നത്. സോ ഇനി ഇവിടെ ഈ മഴക്കാടുകൾ താമസിക്കുന്ന ഒരു ഗോത്ര വിഭാഗം, ട്രൈബൽ ഗ്രൂപ്പ് ഉണ്ട്. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, പിഗ്മി എന്ന് പറയുന്നത്. സോ മനസ്സിലായല്ലോ. അപ്പൊ ഇന്ന് ഇങ്ങനെയൊക്കെ സവിശേഷതയുള്ള ഒരു രാജ്യമാണ് ആരെതിരെ കളിക്കാൻ പോകുന്നത്, പോർച്ചുഗലിന്റെ എതിരെ കളിക്കാൻ പോകുന്നത്. സോ ഇങ്ങനെയൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കണോ, കണക്ഷനും കോഡൊക്കെ വെച്ച് പഠിക്കണോ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അടിപൊളി ബാച്ച് ഞങ്ങൾ പ്രൊഡ്യൂസ് അല്ല സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതാണത്? യെസ്, 9999 രൂപക്ക് നമ്മുടെ റൈസ് വിത്ത് MS-ന്റെ പ്രീമിയം ബാച്ച് ആണ് മക്കളെ. ഇതിന് എന്തെങ്കിലും കാര്യമുണ്ടോ നോക്കിക്കോ. ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്, ടെക്സ്റ്റ് ബുക്ക് ലൈൻ ബൈ ലൈൻ സൊല്യൂഷൻസ് ഉണ്ട്. അതേപോലെ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ഈസി, മീഡിയം, ടഫ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, അടിപൊളിയായിട്ട് ഡിസ്കസ് ചെയ്യും. അതും കൂടാതെ തന്നെ വേറെ എന്തൊക്കെയുണ്ട്, മന്ത്ലി സ്റ്റഡി പ്ലാൻ. ഓരോ മാസവും എന്ത് ചെയ്യും, എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണമെന്ന് കൃത്യമായ സ്റ്റഡി
സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും, ക്വിക്ക് റിവിഷൻ നോട്ടുകൾ ഉണ്ടാവും, ചെറിയ ചെറിയ നോട്ടുകൾ തന്നിരിക്കും, ചാപ്റ്റർ വൈസ് എക്സാംസ്, MRQM, EQM, UQM, CQ ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്, മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്, മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ്, മോസ്റ്റ് യുണീക്ക് ക്വസ്റ്റ്യൻസ്, ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസിലൂടെ എന്ത് ചെയ്യും അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഫോർ ഓൾ എക്സാമിനേഷൻ, എല്ലാ എക്സാമിനും എന്ത് ചെയ്യും യെസ് ആ ഒരു വിഷയത്തെ സംബന്ധിച്ച് 2 ക്വസ്റ്റ്യൻ പേപ്പർ തരും, അതിൽ നിന്ന് നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരുള്ളൂ, അത്രയും അടിപൊളിയായിരിക്കും. ദെൻ പേഴ്സണൽ സൂപ്പർ മെന്റൽ സപ്പോർട്ട് ഉണ്ടാവും, മൈൻഡ് മാപ്പ് ഉണ്ടാവും, മൈക്രോബിറ്റ് ഉണ്ടാവും, വർക്ക് ഷീറ്റുകൾ ഉണ്ടാവും, ഡയറക്റ്റ് ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻ വിത്ത് ഫാക്കൾട്ടീസ്. മക്കളെ മനസ്സിലാക്കി വെക്കുക, ഫാക്കൾട്ടീസുമായിട്ട് എന്തെങ്കിലും ഡൗട്ട് വന്നാൽ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാൻ പറ്റും. അൻഷി സാർ ആയിക്കോട്ടെ, ജുനീ സാർ ആയിക്കോട്ടെ, ഏത് മാഷായിക്കോട്ടെ, STK സാർ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരോട് ക്ലിയർ ചെയ്യാൻ പറ്റും. നീ മനസ്സിലാക്കി വെക്കുക, കരിയർ ഗൈഡൻസ് ഒക്കെ കിട്ടും. അതേപോലെ പാരന്റ്സ് മീറ്റിംഗ് ഉണ്ടാവും എവറി 4 വീക്സ് എന്ന് വെച്ചാൽ ഓരോ മാസത്തിലും ഒരു മീറ്റിംഗ് എന്ത് ചെയ്യും നടക്കും. ദെൻ മന്ത്ലി എക്സാംസ് നടക്കും. അതേപോലെ സ്പെഷ്യൽ റിവിഷൻ സെഷൻസ് എക്സാമിൻ്റെ മുമ്പായിട്ട് എന്ത് ചെയ്യും അത് ഷോർട്ടായിട്ട് റിവൈസ് ചെയ്ത് അടിപൊളിയായിട്ട് നമ്മൾ എന്ത് ചെയ്യും പോകും, അങ്ങനെ എക്സാം അടിപൊളിയായിട്ട് നമ്മൾ മാറും. ദെൻ എക്സാം ഫോക്കസ്ഡ് ഷോർട്ട് നോട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യും ഈ ചുരുങ്ങിയ പ്രൈസ് ടാഗിൽ കിട്ടുന്നുണ്ട്. സോ നമ്മുടെ പ്രീമിയം ബാച്ച് ആണ്, ഇതിൽ ചേർന്ന് കഴിഞ്ഞാൽ A+ ഷുവർ ആണ് മക്കളെ. സോ എല്ലാവരും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അത് കൂടാതെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം, ഇന്നത്തെ വേൾഡ് കപ്പിൽ രാത്രി നടക്കാൻ പോകുന്ന ഈ മാച്ചിൽ പോർച്ചുഗൽ VS DR കോങ്കോ നിങ്ങൾ ഒരിക്കലും കൊച്ചായിട്ട് കാണരുത്. അത്യാവശ്യം ചെറിയ രാജ്യമാണ് എങ്കിൽ പോലും മക്കളെ ചെറിയ രാജ്യങ്ങളാണ് ഇപ്പം എന്ത് ചെയ്യുന്നത് കിഡിലോസ്കി ആയിട്ട് കളിക്കുന്നത്, ജയിക്കുന്നത്, സമനില പിടിക്കുന്നതൊക്കെ. സോ മനസ്സിലാക്കി വെക്കുക, ആരായിരിക്കും ഇതിൽ വിജയി, നിങ്ങൾ സ്കോർ എന്ത് ചെയ്യുക കമന്റ് ബോക്സിൽ പ്രിഡിക്റ്റ് ചെയ്യുക. സോ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ.